ഇന്ന് ദേവിയുടെ വിഗ്രഹത്തില് എന്തോ ഒരു പ്രത്യേക ഐശ്വര്യം തോന്നി കൃഷ്ണേട്ടാ. മനസ്സ് ശരിക്കും ഒന്ന് തണുത്തു. അമ്പലത്തിൽ പോകുന്നതും ഐശ്വര്യപൂജ നടത്തുന്നതും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ കുടുംബത്തിന്റെ ഐശ്വര്യം ഒരു സൈഡിൽ കൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും കണ്ടാ കൊള്ളാം. ഓ വിലാസിനി, നീ വീണ്ടും തുടങ്ങിയോ ഈ ഏഷണി പറച്ചില്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കിത് മടുക്കില്ലേ? കഷ്ടം. അല്ലേലും വിലാസിനി എന്ന് ഏഷണിക്കാരിയും കൊള്ളരുതാത്തവളുമാണ്. വന്നു കയറിയ കുടുംബം നശിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് നോവും. അതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓ, നിനക്കെന്താ പറയാനുള്ളോ? ചങ്ങ പറ. അതെ, നൃത്ത മത്സരം കഴിഞ്ഞിട്ട് ചേച്ചി അതിന്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തതല്ലേ? കല്യാണിയുടെ കല്യാണം വരെ നടത്തി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? കല്യാണിക്കോ എതിർപ്പില്ല. ഓക്കേ, അതിനിപ്പോ എന്ത് പറ്റിയെന്നാണ് നീ പറയുന്നത്? ഇന്നലെ രാത്രിയില് കുടിച്ചു കൂത്താടി വന്ന് അരവിന്ദ് ആ അടുക്കളക്കാരിയോട് ചേച്ചിക്ക് വേണ്ടി മാപ്പ് ചോദിക്കണമെന്നും പറഞ്ഞ് ആനന്ദുമായി അടിയല്ലാത്തതെല്ലാം നടന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വിലാസിനെ, നീ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കരുത്. ആ, വിലാസിനി മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്നോണ്ട് വിലാസിനിയെ ആർക്കും കണ്ടൂടാ. ചേച്ചി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് വേണ്ടി അരവിന്ദ് ആ എച്ചിൽ പാത്രം കഴുകുന്നവളുടെ മുന്നിൽ ക്ഷമ ചോദിക്കണോന്ന് പറഞ്ഞപ്പോ എന്റെ ദേഹത്തൂടി അട്ടകൾ എഴഞ്ഞു കേറുന്ന പോലെ എനിക്ക് തോന്നി. അരവിന്ദ്, അരവിന്ദ്! വിലാസിനെ, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇന്നത്തോടെ നിന്റെ... അയ്യോ ചേച്ചി, ചേച്ചി എന്നെ വിശ്വസിക്കണ്ട. ചേച്ചിയുടെ ഉത്തമ പുത്രനുണ്ടല്ലോ, ദേ വരുന്നു. ആനന്ദിനോട് ചോദിച്ചാ മതി. ഇന്നലെ അനിയൻ കുടിച്ചോണ്ട് 4 കാലി വന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് ചോദിക്കതേ നിൽക്കുന്നു. ആനന്ദ് വിലാസിന് പറഞ്ഞത് ശരിയാണോ? അരവിന്ദ്! എന്താ? നീ എനിക്ക് വേണ്ടി കല്യാണിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയോ? നിന്നോടാ ചോദിച്ചത്. നീ മദ്യപിച്ച് വന്ന് എനിക്ക് വേണ്ടി കല്യാണിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയോന്ന്. അമ്മേ, അവനൊരു തെറ്റ് പറ്റിയതാ, ക്ഷമിച്ചേക്ക. അരവിന്ദ് അമ്മയോട് സോറി പറയും. പറ്റില്ല, എനിക്ക് പറ്റില്ല. കാര്യം ഞാൻ അമ്മ ചെയ്ത തെറ്റിന് കല്യാണിയോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ അപ്പോഴേക്കും ബ്രോ എന്നെ തടഞ്ഞു. കണ്ടു ചേച്ചി ഇവന്റെ അഹങ്കാരം. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ വാക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ നോക്കുന്നവരാ. അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞതല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. ഈ അരവിന്ദ് കൃഷ്ണൻ തട്ടല് വളച്ച് ശീലമില്ല ബ്രോ. അതുകൊണ്ട് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം. പറയും. സത്യങ്ങൾ പറയുമ്പോ ശിക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. എന്നിരുന്നാലും അമ്മ എടുത്ത തീരുമാനം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അരവിന്ദ്, അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറയടാ. ഇല്ല ആനന്ദ്, ഏതായാലും അഖിലാണ്ടേശ്വരി തളർന്നു. ആ കനൽ എരിഞ്ഞു തുടങ്ങി.
ഇത് നന്ദനയുടെ അച്ഛനാ നാരായണൻ. കൊള്ളാം. വെടിക്കെട്ട് തീർന്നപ്പോ പടക്കപ്പുരയ്ക്ക് തീ പിടിച്ച പോലുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നാരായണൻ, നമസ്കാരം. 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 വൈകിയതിൽ ക്ഷമിക്കണം. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചു നാളായി പുറത്തായിരുന്നു. അവിടെ നിന്നപ്പോ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നുമായി പൊട്ടും പൊടിയൊക്കെ കേട്ടു. കേട്ടതൊന്നും സത്യമാകരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നാട്ടിലെത്തിയപ്പോഴാണ് എല്ലാം വിശദമായി അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് തോന്നി. ഏതൊരച്ഛനും തോന്നുന്ന അതേ വികാരം. എന്നാൽ പിന്നെ നേരിട്ട് വന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അതിനാ ഞാനിപ്പോൾ വന്നത്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും പക്ഷം കേട്ടു. അതിനൊരു പൂർണ്ണതയില്ലായിരുന്നു. നാരായണൻ ഇരിക്കും. അതിൽ കാര്യമൊന്നുമില്ല. ഇനി എൻ്റെ പക്ഷം ഞാൻ പറയാം. എൻ്റെ അറിവിൽ നാഥനും നാഥിയും ഒക്കെ ഉള്ള പേര് കേട്ട തൃച്ചംബരം തറവാട്ടിലേക്കാണ് എൻ്റെ മകളെ കെട്ടിച്ചുവിട്ടത്. അവരാരും ഇന്നേ വരെ എൻ്റെ ഭാര്യയെയോ മകളെയോ ഒരു മോശവും പറഞ്ഞതായി എനിക്ക് അറിവുമില്ല. ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ എൻ്റെ ഭാര്യയുടെയും മകളുടെയും പക്ഷത്തു നിന്ന് ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ആദ്യം അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്താ നാരായണ ഇത്? അവര് കുട്ടികളല്ലേ? അച്ഛൻ്റെ അധികാരവും അവകാശവുമുള്ള ഒരാളെ ധിഖരിച്ചു വന്നത് എൻ്റെ മകൾ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ്. അതവൾ തിരുത്തണം. തിരുത്തലുകളില്ലാത്ത ജീവിതത്തിൽ ശരികൾക്ക് സ്ഥാനമില്ലാതായി പോകും. കൊള്ളാം. അന്ന് മഹേശ്വരി വന്ന് മിണ്ടരുത്. ഇത് ആണുങ്ങൾ തമ്മിലാ സംസാരിക്കുന്നത്. അഭിപ്രായം ചോദിക്കുമ്പോൾ സംസാരിച്ചാൽ മതി. വല്ല കാര്യം ഉണ്ടായിരുന്നു? ആകാശത്തോട് പോയ വയ്യാവേലി ഏണി വെച്ച് പിടിക്കേണ്ട എന്തേലും കാര്യം ഉണ്ടായിരുന്നു? എനിക്ക് മക്കളായി ഒരുപാട് പേരൊന്നുമില്ല. ഒന്നേ ഉള്ളൂ. അതാണ് ഈ ലോകത്ത് നാരായണന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സമ്പാദ്യം ഒരിക്കൽ ഞാനിവിടെ നാലാളറിയെ ഏൽപ്പിച്ചതാണ്. ആ ബോധമില്ലാതെ അവൾ സ്വയം ഇറങ്ങി വന്നത് തെറ്റ്. സമ്മതിക്കുന്നു. എൻ്റെ മകൾ ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്തി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറങ്ങിപ്പോയ എൻ്റെ മകളെ ഞാനിവിടെ തിരികെ ഏൽപ്പിക്കുകയാണ്. ഇത് ഞാനെന്ന അച്ഛൻ്റെ തീരുമാനമാണ്. മോളെ, കയറി വാ.
എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയിട്ടാണ് ദേ എൻ്റെ മകൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം പറയാം. നല്ല കാര്യം. മക്കളെ സ്നേഹിക്കുന്ന അനുഭവ സമ്പത്തുള്ള ഒരു അച്ഛൻ്റെ ഭാഷയാണ് നിങ്ങൾ സംസാരിച്ചത്. നിങ്ങളോട് എനിക്ക് അഭിമാനം തോന്നുന്നു. തൃച്ചംബരത്തെ ഗൃഹനാഥൻ എന്ന നിലയിൽ ഈ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നിരിക്കാം. അവർ ഒരുമിച്ച് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ മകൾ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും മരുമകളായിട്ട് ഇവിടെ കഴിയും എക്കാലത്തും. ഇത് തൃച്ചംബരത്തെ ശിവരാമന്റെയും അഖിലാണ്ടേശ്വരിയുടെയും തീരുമാനമാണ്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ തീരുമാനം അനുസരിച്ചതുപോലെ ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ ഈ തീരുമാനം അനുസരിച്ചിരിക്കും. തീരുമാനമറിഞ്ഞല്ലോ. ഇനി നിനക്ക് നിങ്ങളുടെ മുറിയിലേക്ക് പോവാം. സുജാത, സർ. എന്നാൽ ഞാനങ്ങോട്ട്. മഹേശ്വരിയും മനസ്സ് വിഷമിച്ച ഇവിടുന്ന് പോയത്. അതെ, ക്ഷമിക്കാൻ പറയണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വരാം. ഇപ്പൊ പോകുന്നു. വരുമ്പോ മഹേശ്വരിയും കൂട്ടാം. ഓ. ഗംഗേ, അങ്ങനെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ ആയി. അയ്യോ, സുജാതയോട് പാലിന്റെ കാര്യം പറയാൻ മറന്നുപോയി. ഒരൊറ്റ ഓടി വെച്ചെന്നാലുണ്ടല്ലോ. ആന്റി, സംഗതി ആന്റി പറയുന്നതൊക്കെ ശരി തന്നെ. നമ്മൾ നന്ദനെ എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാ നന്ദനയുടെ മടങ്ങി വരവ്. പക്ഷേ എന്ത് പക്ഷേ? നന്ദന മാനസാന്തരപ്പെട്ടിട്ടുണ്ടോന്നൊരു സംശയം. മാനസാന്തരപ്പെടാനോ? നീ എന്താ ഉദ്ദേശിക്കുന്നെ? ആന്റി ശ്രദ്ധിച്ചില്ലേ? ഇവിടെ നിന്നും ചീറ്റപ്പുലിയെ പോലെ ഇറങ്ങിപ്പോയവള് തിരികെ വന്നത് ആട്ടിൻകുട്ടിയെ പോലെ. ആ, അത് ശരിയാ. പഴയ നന്ദനെയല്ല വന്ന് കേറിയത്. ഒരു ശോകഭാവമായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, അവൾക്ക് മാനസാന്തരം സംഭവിച്ചോന്ന്. നന്ദനെ തൃച്ചംബരത്തെ മാതൃകാ മരുമകളായിട്ടാണോ മടങ്ങിവന്നെന്നൊരു സംശയം. ഏയ്, ഒരിക്കലുമില്ല. അരവിന്ദിന്റെ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം നന്ദനയ്ക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഇത് മഹേശ്വരി സ്വത്ത് കൈവിട്ടു പോകുമെന്ന് ഭയന്ന് നാരായണനെ വെച്ച് കളിച്ച കളിയാവാനാ സാധ്യത. ഇനി അതല്ല, നന്ദന നീ പറയുന്ന രീതിയിൽ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഒന്നുകൂടി മാനസാന്തരപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്തും. എന്താ, അതുപോലെ? അങ്ങനെ സംഭവിക്കണം. കാരണം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരേ സമയം എന്റെയും കല്യാണിയുടെയും കല്യാണം നടത്തുമെന്നല്ലേ അഖിലാന്റി വാക്കുകൊടുത്തത്. അത് നടക്കരുത്. അതിന് നന്ദനെ നമുക്ക് ആവശ്യം. കല്യാണം മുടക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. കൊല്ലുന്നില്ല ഞാൻ. അന്ന് നീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് രാജീവിനെ തട്ടിക്കൊണ്ടു പോയില്ലായിരുന്നെങ്കിൽ അന്നത്തോട് ആ കല്യാണി എന്ന മാരണ ഈ തൃച്ചംബരത്ത് നിന്നും പോയി കിട്ടിയന്. പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത് എന്നെ കൊണ്ട്, പറഞ്ഞേക്കാം.
ഏതായാലും തൃച്ചംബരത്ത് വെച്ചായിരിക്കുമല്ലോ സാധാരണയായി പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നത്. അന്ന് കല്യാണിയുടെ പെണ്ണുകാണൽ മാത്രമല്ല ഇല്ലാതാകാൻ പോകുന്നത്. കല്യാണിയുടെ ഔട്ട് ഹൗസിൽ പൊറുതി കൂടിയ അതിന് പറ്റിയൊരു ഐറ്റം ഉണ്ട് എന്റെ കയ്യില്. അതെന്താ ഐറ്റം? അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒന്നല്ല, പ്രവർത്തിച്ചു കാണിക്കേണ്ടത്. കാത്തിരുന്ന് കാണാം. കറക്റ്റായിട്ട് പറഞ്ഞ 25 വർഷം കഴിഞ്ഞു ദാസേട്ടൻ തൃച്ചംബരത്ത് വന്നിട്ട്. വെറുമൊരു ഡ്രൈവറായി മാത്രമല്ല ഞങ്ങൾ ദാസേട്ടനെ കാണുന്നത്, ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാ. അത് പറയേണ്ട കാര്യമില്ലല്ലോ മാഡം. തൃച്ചംബരത്തെ അഖിലേണ്ടേശ്വരി സ്നേഹത്തിന്റെയും ദയാവായ്പിന്റെയും കാര്യത്തിൽ ഒരു ദേവതയാണെന്ന് ആർക്കറിഞ്ഞൂടാത്തത്? അതെ അതെ, പരമ്പരയായി തന്നെ തൃച്ചംബരം തറവാടിന്റെ മഹത്വം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള കാരണം മാഡത്തിന്റെ ശക്തമായ നിലപാടുകളും അതിലുറച്ചു നിൽക്കുന്ന മനസ്സും ഉള്ളതുകൊണ്ടാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ജീവൻ പോയാൽ പോലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ വാക്ക് സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ നോക്കുന്നവരാ. അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞതല്ല. കല്യാണിയെത്തിയല്ലോ. ആ വാ കല്യാണി. നിന്നെ കാണാഞ്ഞപ്പോ ദാസേട്ടൻ പറഞ്ഞു തയ്യക്കടയിൽ പോയതാണെന്ന്. അതെ മാഡം. കല്യാണി, നിന്നെ പെണ്ണ് കാണാൻ വന്നവരാ ഇവര്. കല്യാണി, നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ പയ്യനായത്. പേര് നീരജ്. എംടെക് കഴിഞ്ഞ് ഇപ്പൊ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വർക്ക് ചെയ്യുന്നത്. കൂടെയുള്ളത് നീരജിന്റെ അച്ഛനും അമ്മയും. ഇതാണ് കല്യാണ പെണ്ണ്. മോളെ, നീ പോയി അവർക്ക് ചായ ഇട്ടുണ്ടുവാ. ക്ഷമിക്കണം, അതൊന്നും വേണ്ട. ഒന്നാമത് ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ പെണ്ണിനെ കാണാൻ വേണ്ടിയാ ഇങ്ങനെ ഇപ്പൊ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ. ഇപ്പൊ ഞങ്ങൾ പെണ്ണിനെ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അതിന്റെ കാര്യമൊന്നുമില്ല. ചായ കുടിക്കാതെ പെണ്ണ് കണ്ടെന്ന ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. ഞങ്ങളുടെ അഭിപ്രായം പറയാം. പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ മാഡം. മാഡം പറഞ്ഞപ്പോ ഇത്രയും ഐശ്വര്യമുള്ള കുട്ടിയാണ് കല്യാണി എന്ന് കരുതിയതേയില്ല. നീരജ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ കല്യാണിയെ ഇഷ്ടപ്പെട്ടു. എന്താ നിന്റെ അഭിപ്രായം? നീ ഒന്നും പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോ കല്യാണിയെ?